Like a Hellcat. ഹലോ ഫ്രണ്ട്സ്, ക്രിറ്റിക്കലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോർ അൺലോക്ക് ചെയ്യുമ്പോൾ ബസറടിക്കുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് ഡോർ അലാം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. ആദ്യമായി തന്നെ നമുക്ക് വേണ്ടത് ഒരു ഡെഡ് ബാറ്ററിയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അത് ബസർ മറ്റേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാറ്ററി എടുത്തത്. വേറെന്തും ഉപയോഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബാറ്ററി എടുത്തത്. അല്ലെങ്കിൽ ചെറിയൊരു വുഡൻ പീസ് ഉണ്ടായാലും മതി. നെക്സ്റ്റ് ഈസ് നമുക്ക് സെല്ലോ ടാപ്പ് വേണം, നമുക്കവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ അലേർട്ടാവാൻ വേണ്ടിയിട്ട്, നമുക്ക് ആരെങ്കിലും വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് ബസറാണ്. അടുത്തത് നമുക്ക് രണ്ട് കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ത്രെഡിൻ്റെ അല്ലെങ്കിൽ ഒരു വയറിൻ്റെ കഷ്ണവും വേണം. ചെറുത് മതി കേട്ടോ. ഒരു കയറ്. അടുത്തത് നമുക്ക് ആവശ്യം, നമുക്കിപ്പോൾ HW മറ്റേ ഡെഡ് അല്ലാതെ നല്ല പവർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഡെഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 5 വോൾട്ട് 1 ആംപിയർ ഒരു അഡാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. 5 വോൾട്ട് 1 ആംപിയർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. 5 വോൾട്ട് ഇൻപുട്ട്, ഔട്ട്പുട്ട് 5 ആംപിയർ. 5 വോൾട്ട് 1 ആംപിയർ ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ. പിന്നെ അഡാപ്റ്റർ. പിന്നെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു USB പോർട്ടും ആവശ്യമാണ്. USB പോർട്ട്. ആ USB പോർട്ടിൽ നമുക്ക് വയറ്, ഇങ്ങനത്തെ ഒരു വയറ് കണക്ട് ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കണക്ട് ചെയ്താൽ അത് നമുക്കൊരു ഇൻപുട്ടായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ USB പോർട്ടിൽ 2 വയറും കൂടി കണക്ട് ചെയ്യും. ഒന്ന് പ്ലസ് അയക്കണം, ഒന്ന് മൈനസ് അയക്കണം. അതിനോണ്ടിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ഒരു കാര്യം മെയിൻ എന്ന് വെച്ചാൽ ഒരു ക്ലിപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് അത്യാവശ്യം പഴക്കമുള്ള ഒരു ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വർക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് 2 സ്ക്രൂവും ആവശ്യമാണ്. ഇത് സ്ക്രൂ ആണ് കേട്ടോ. അതാ സ്ക്രൂ. അത് നമ്മൾ ഇവിടെ ഒരു ഹോൾ സോൾഡറിങ്ങിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് സ്ക്രൂ ഇൻസേർട്ട് ചെയ്യണം. ഒരു സ്ക്രൂ അതിൽ ഘടിപ്പിച്ചിട്ട് അതിൽ നമുക്കൊരു വയർ കണക്ട് ചെയ്യണം. അങ്ങനെ 2 ഭാഗത്തും നമുക്കുണ്ടാക്കാം. ഞാൻ ഇത് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചെയ്യാൻ വലിയ പണിയൊന്നും ആവശ്യമില്ല. അതിലൊരു ഹോൾ നിർമ്മിച്ചിട്ട് സ്ക്രൂവിൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഹോൾ നിർമ്മിച്ചിട്ട് അതിൽ സ്ക്രൂ കയറ്റി വെച്ചിട്ട് അതിൽ നമുക്ക് വയറ്
ആ സ്ക്രൂവിൽ നമുക്ക് സോൾഡറിങ് കൊണ്ട് അത് നമുക്ക് പിരിച്ച് വെച്ചിട്ട് നമുക്കതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, 2 വയറ് ഇതിന്ന് പുറത്ത് വരുന്നു. ഇങ്ങനെ ആയിരിക്കണം ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടേക്ക് സോൾഡറിങ് ചെയ്താലും മതി കേട്ടോ. ഇവിടേക്ക് സോൾഡർ ചെയ്താലും മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്ക്രൂ എന്ന് വെച്ചാൽ നമ്മൾ പഴയ ഒരു LED ബൾബാണ്. LED ബൾബിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന സ്ക്രൂ ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഡാമേജായ LED ഇന്ന് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊണ്ട് വേണം നമുക്ക് കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ക്രൂ എടുത്തത്. അടുത്തത് ഈ പ്രോസസ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പായി. അങ്ങനെ 2 സൈഡിൽ നമ്മൾ കണക്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്തെന്ന് വെച്ചാൽ ഈ ക്ലിപ്പിൻ്റെയും ഈ ബസറിൻ്റെയും വയർ തമ്മിൽ പിരിച്ച് വെക്കണം. ഒരു വയർ പിരിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പ്ലസ്സാണ് എടുത്തിരിക്കുന്നത്, ബസറിൻ്റെ പ്ലസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് ബസറിൻ്റെ പ്ലസ്സാണ് എടുത്തിരിക്കുന്നത്. ആ പ്ലസ്സും ക്ലിപ്പിൻ്റെ ഒരു വയറും തമ്മിൽ ഞാൻ പിരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പിരിച്ച് വെച്ചു. അടുത്തത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ അഡാപ്റ്റർ, അതായത് നമ്മളെ ഇൻപുട്ടിൽ നിന്ന് പുറത്ത് വരുന്ന 2 വയറുകൾ ഉണ്ടാകും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത USB പോർട്ടിൽ നിന്ന് വരുന്ന 2 വയർ അതിൽ നമുക്ക് പുറത്ത് വരുന്ന മൈനസ് നമ്മൾ ബസറിൻ്റെ മൈനസ് വയറുമായി പിരിച്ച് വെക്കാം. അല്ലെങ്കിൽ സോൾഡർ ചെയ്താലും മതി കേട്ടോ. സോൾഡർ ചെയ്താൽ നല്ലതാണ്. ഞാൻ ഇപ്പോൾ പിരിച്ചാണ് വയ്ക്കുന്നത്. മൈനസ് നമ്മൾ ബസറിൻ്റെ മൈനസിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ഇതാണ് ബസറിൻ്റെ മൈനസ്. ഞാൻ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ പിരിച്ച് വെച്ചു. അടുത്തത് നമുക്ക് അഡാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു വയറും ക്ലിപ്പിൽ നിന്ന് വരുന്ന ഒരു വയറും വെറുതെ ഉള്ളതാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന പ്ലസ്സും ക്ലിപ്പിൽ കണക്ട് ചെയ്യാത്ത വയറും കൂടി പിരിച്ച് വെക്കാം. പിരിച്ചു വെച്ചു. അപ്പോൾ നമ്മളെ എല്ലാം പ്രോസസ്സെല്ലാം കഴിഞ്ഞ് ചെറിയൊരു പണിയും കൂടിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അത് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അഡാപ്റ്ററിലേക്ക് നമ്മുടെ USB പോർട്ട് കണക്ട് ചെയ്യുകയാണ്. കണക്ട് ചെയ്തു. ഹൈ വോൾട്ടേജ് അഡാപ്റ്ററിലേക്ക് നമ്മൾ USB പോർട്ട് കണക്ട് ചെയ്തു. അത് നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ബസർ അടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തത് ശരിയാണ്.
അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. ശബ്ദം കേൾക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് ഒന്ന് മുകളിലേക്ക് ഒന്ന് ആക്കാം. ക്ലിപ്പ് ഇങ്ങനെ കേൾക്കുന്നില്ല. ഇത് സ്ക്രൂ തമ്മിൽ മുട്ടുമ്പോൾ മാത്രമാണ് അത് കേൾക്കുക. അടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം ഈ ഡെഡായ ബാറ്ററിയിലേക്ക് എല്ലാം നമുക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡ് ടൈപ്പ് ഉപയോഗിക്കുകയാണ്. ഇത് ഈ ഭാഗത്ത് ഞാൻ കണക്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനെ ഫ്രണ്ടിൽ കണക്ട് ചെയ്തു. അടുത്ത ക്ലിപ്പ് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. അടുത്ത നമുക്ക് ക്ലിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററിയുടെ മുകൾ ഭാഗത്ത് ജ്യൂസ് ടൈപ്പ് പതിപ്പിക്കാം. അതിൽ നമുക്ക് ക്ലിപ്പ് ഒട്ടിക്കാം. സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നമ്മുടെ ബസർ അലറാം ആയി. അതെന്തല്ല, ഇനി നമുക്ക് ചെറിയൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് 2 കാർഡ്ബോർഡ് പീസ് ഞാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിനി, ത്രെഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിനി. അത് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇത് നമുക്ക് ത്രെഡ് നമ്മൾ മറ്റേ റോൾ ചെയ്തിട്ട് ഇവിടെ കെട്ടി അതിൻ്റെ മുകളിൽ നമ്മൾ സെലോ ടാപ്പും കൊണ്ട് റോൾ ചെയ്തു. അങ്ങനെ നമ്മൾ 2 ഇതിലും ആക്കി. കണ്ടില്ലേ നിങ്ങൾ? നെക്സ്റ്റ് ഈസ് അപ്പോൾ നമ്മുടെ വർക്കിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സല്ല, ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം ശരിയായി. പിന്നെ നമ്മൾ ഈ ജോയിൻറ്റിനൊക്കെ ഒന്ന് സെല്ലോ ടോപ്പ് റോൾ ചെയ്തിട്ട് വെക്കുന്നത് നല്ലതാണ്. അവ കണക്ഷൻ തമ്മിൽ മുട്ടാതിരിക്കാനാണ്. മുട്ടിയാൽ നമുക്ക് ശബ്ദം കേൾക്കില്ല. അതുകൊണ്ട് നമുക്കത് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം റോൾ ചെയ്തിട്ട് വെച്ചു സെല്ലോ ടോപ്പ് കൊണ്ടെല്ലാം ഒന്ന് റോൾ ചെയ്തിട്ടെടുത്തു. അപ്പോൾ അടുത്തത് ഇതിൻ്റെ എല്ലാ പരിപാടിയെല്ലാം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഇതിൻ്റെ വർക്കിംഗ് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ ചെയ്ത ഈ കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് ഈ ക്ലിപ്പിലേക്ക് കണക്ട് ചെയ്യാം. ഈ കാർഡ്ബോർഡിൻ്റെ പീസ് നമുക്ക് ഡോറിൽ നമുക്ക് സെല്ലോ ടോപ്പും കൊണ്ട് ഗം ചെയ്തിട്ട് വെക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് സ്വിച്ച് ഇടാം. അപ്പോൾ ഇതിന് ശബ്ദം കേൾക്കുന്നില്ല. അഥവാ ആരെങ്കിലും വന്നിട്ട് ഡോറിനെ ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ശബ്ദം കേൾക്കും. ഓക്കെ, ഡോറ് വലിക്കുകയാണ്. ശബ്ദം കേൾക്കുന്നു. വിൽക്കുന്നു, ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോർ അലറാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡോറ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ
ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ശബ്ദം കണ്ടില്ലേ? ഒരിക്കൽ കൂടി